ഈ സംഗീതത്തിനൊരു ഭാഷാഭേദം അല്ലെങ്കിലും ഇപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ തമിഴ്നാട്ടിലൊക്കെ ആദ്യം ഈ മലയാളികൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഹിന്ദിയിൽ പോകുമ്പോൾ മദ്രാസീസ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ മാറ്റി നിർത്തുന്നു. അങ്ങനെ ആദ്യകാലത്ത് എന്തെങ്കിലും അവഗണനകൾ തോന്നി? ഹിന്ദിയിൽ നല്ലോണം ഉണ്ടത് ഉണ്ടല്ലേ. നമ്മൾ പാടുന്ന സമയത്ത് വളരെ നന്നായിട്ടുണ്ട്, തീർച്ചയായിട്ടും അടുത്ത പാട്ടും പാടാൻ വരണം, ഡിലേ ഇല്ലാണ്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വലിയ സന്തോഷമായിട്ട് നമ്മൾ തിരിച്ചു വന്നു ഫിലിം റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ പാട്ട് അതേ കാണൂല, അത് വേറെ ആരെങ്കിലും പാടിയിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളാണ്. ഹിന്ദിയിൽ ഞാൻ പാടിയ കണക്ക് നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ പാടിനേക്കാൾ ഒരുപാട് ഇപ്പം റിലീസ് ചെയ്തതിനേക്കാൾ എത്രയോ പാട്ട് ഞാൻ ഹിന്ദിയിൽ പാടിയിട്ടുണ്ട്. പക്ഷേ ഒന്നും പലതും ഒരു മാറ്റി, അതപ്പോൾ അവിടെ ഒരു ഇതുണ്ട് അവിടെ. ഞാൻ അതിനകത്തൊന്നും ഇൻവോൾവ് ചെയ്യാൻ പോയിട്ടില്ല. വിഷമം തോന്നിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ചമ്മൽ വന്നിട്ടുള്ളത് ഇങ്ങനെ ഇന്റർവ്യൂവിനൊക്കെ ഇതുപോലെ ചോദിക്കുമ്പോൾ അടുത്ത ഫോർത്ത് കമ്മിങ് മൂവി എന്താന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പേരൊക്കെ പറഞ്ഞിട്ട് പടം വരുമ്പം എല്ലാം വരുമ്പോൾ ഞാൻ നുണ പറഞ്ഞ പോലെ ആയി പോയില്ല. അങ്ങനത്തെ വിഷമങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കും എല്ലാം നമ്മുടെ തലയിൽ ദൈവം എഴുതി വിടുന്ന, ഞാൻ ഉണ്ണേണ്ട ചോറിൽ എന്റെ പേര് എഴുതിയിട്ടുണ്ടാന്ന് പറഞ്ഞ പോലെ എനിക്ക് വരേണ്ട പാട്ടുകൾ എനിക്ക് വരും. ചേച്ചി അതുപോലെ ഇപ്പോൾ നമ്മുടെ മലയാളത്തിന്റെ വാനമ്പാടി എന്നാണ് നമ്മൾ ചേച്ചിയെ വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ ചേച്ചി പാടി തുടങ്ങിയപ്പോൾ ഒരു പക്ഷേ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഒരു വലിയ ഗായികയായിട്ട് മാറുന്നത്. ചേച്ചിയുടെ ഇനിയുള്ള ഞാൻ ഇപ്പോഴും വലിയൊരു ഗായികയായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ കുറവുകൾ എനിക്കറിയാം. അപ്പോൾ ഇനി ചേച്ചിയുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞ എനിക്ക് ക്ലാസിക്കൽ മ്യൂസിക്കും ഇതുപോലെ ഇപ്പം ലൈറ്റ് മ്യൂസിക് പാടുന്ന അത്രയും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ വരുന്നത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ അങ്ങനെ അത്ര ഭയങ്കര അംബീഷൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. എനിക്ക് ആരും കുറ്റം പറയാത്ത വിധത്തിൽ നല്ലോണം പാടാൻ പറ്റണം എന്നുള്ള, മരിക്കുന്നവരെയും പാടാൻ സാധിക്കണം എന്നുള്ളൊരു ആഗ്രഹം. ഇപ്പോൾ ഈ ക്ലാസിക്കൽ സംഗീതത്തിന്റെ കാര്യം പറയുമ്പോൾ ആരെങ്കിലും മനസ്സിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, മനസ്സിനകത്തൊരു ഇത് വരുമല്ലോ, അതുപോലെ അല്ലെങ്കിൽ വളരെ ബഹുമാനം തോന്നുന്ന അല്ലെങ്കിൽ കേൾക്കാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന അങ്ങനെ ക്ലാസിക്കൽ സംഗീത രംഗത്ത് ആരെങ്കിലും ഉണ്ട് അങ്ങനെ പ്രത്യേകിച്ച്? എനിക്ക് എന്നെ ആദ്യം പോലെ എന്നെ പഠിപ്പിച്ച ഓമന ടീച്ചറാണ്. അപ്പൊ ഡെഫിനറ്റ്ലി ടീച്ചറിന്റെ ഇൻഫ്ലുവൻസ് എനിക്ക് ഒരുപാടുണ്ട്. പിന്നെ എം എസ് സുബ്ബലക്ഷ്മി അമ്മയുടെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഒക്കെ എനിക്ക് ഭയങ്കര ആരാധന ഉള്ള ആൾക്കാരാണ്. അല്ലെ, ഓമൻകുട്ടി ടീച്ചറിന്റെ അടുത്ത് പഠിക്കുമ്പോൾ ഒരു ഗുണം ഇതാണെന്ന് തോന്നുന്നു. കാരണം ആ സ്വീറ്റ്നെസ് അതിന്റെ അകത്ത് കർണാടക സംഗീതത്തിൽ തന്നെ ആദ്യം മുഴുവൻ ഞാൻ ഓമൻ ടീച്ചറെടുത്ത് പൂർണ്ണമായിട്ടും ക്ലാസിക്കൽ ബേസ് തന്നെ നിർത്തിക്കൊണ്ട് അതിന്റെ സ്വീറ്റ്നെസ് നിലനിർത്താൻ ടീച്ചറിന്റെ ഒരു ഇത് സഹായിക്കും തോന്നുന്നു അല്ലേ? ഇപ്പൊ പഠിക്കുന്നുണ്ടോ? അവിടെ പോയതിനു ശേഷം മദ്രാസിൽ പോയ ശേഷം പഠിക്കുന്നില്ല. ഇല്ല, ഇതിന്റെ റെക്കോർഡിങ്ങിന്റെ സമയം കഴിയുന്നില്ല എന്നുള്ളൊരു പഠിക്കുന്ന വെച്ചാൽ ഉള്ളതൊക്കെ തന്നെ ഒന്ന് മറക്കാണ്ടിരിക്കാൻ നോക്കാം. അത് തന്നെ ചിലപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. ചേച്ചി പിന്നെ ശബ്ദം സൂക്ഷിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ? ശബ്ദം സൂക്ഷിക്കാനായിട്ട് തണുത്തൊന്നും കഴിക്കാറില്ല. പിന്നെ ഒരുപാട് പുളിയുള്ള ചില ഫ്രൂട്ട്സ് നമ്മൾ ഓരോ ദിവസത്തെ എക്സ്പീരിയൻസ് പോലെ ഇപ്പം ഇന്നൊരു എന്തെങ്കിലും കഴിച്ചു അന്നത്തെ ദിവസം ഒരു സുഖം തോന്നിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തത് അതങ്ങ് അവോയ്ഡ് ചെയ്യും. അങ്ങനെ ഉള്ള നോക്കുന്നു എന്നുള്ള. ദാസേട്ടന് ഒരുപാട് അഡ്വൈസ് തന്നിട്ടുണ്ട്. ദാസേട്ടൻ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ കുറേ ശീലിച്ചിട്ടുണ്ട്. അപ്പോൾ SPB സാറ് പറയും പിന്നെ അങ്ങനെ പഴക്കങ്ങൾ വെക്കരുത്, ഐസ് വാട്ടർ കുടിച്ച് നോക്ക് എന്ത് പറ്റും നോക്കാം. പക്ഷെ ഞാൻ കുടിച്ചിട്ടുള്ളപ്പോൾ എനിക്ക് തൊണ്ട അടച്ചിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ എൻ്റെ ഒരു സൈക്കോളജിക്കലായിട്ടായിരിക്കും. അല്ലാതെ അവരൊക്കെ ഐസ് വാട്ടർ കുടിച്ചൊക്കെ പാടാറുണ്ട്. അതെനിക്കൊണ്ട് നമ്മൾ വളർന്ന് വന്ന രീതിയായിരിക്കും. ഞാനിങ്ങനെ അങ്ങനെ പഴകി വന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പതിവില്ലാത്ത എന്തെങ്കിലും ചെയ്താല് എന്തെങ്കിലും എനിക്ക് ശരീരത്തിന്റെയും കൂടി സൈക്കോളജിക്കൽ അല്ല സൈക്കോളജിക്കൽ ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ എന്റെ പേഴ്സണലി എപ്പോഴെങ്കിലും ശരിക്കും ജലദോഷം വന്നിട്ട് കുറച്ച് ദിവസം ആയാലെന്ന് വിചാരിച്ച പിറ്റേ ദിവസം എനിക്ക് വരും. അങ്ങനെയുണ്ട് കേട്ടോ, അങ്ങനെയുണ്ട്, അതില്ലാന്ന് പറഞ്ഞുവിടാ. ശീലമാണ് അവര് അങ്ങനെ ആദ്യം പോലെ അങ്ങനെ ശീലിച്ചതുകൊണ്ട്. ഞാൻ അങ്ങനെ റഫായിട്ടിരിക്കാൻ പറ്റി അത്രയും വളരെ നല്ലതാട്ടോ. അപ്പൊ എവിടെ പോയാലും അതെ ചൂടുവെള്ളം എപ്പോഴും കിട്ടിയെന്ന് വരൂല്ലോ അവിടെ, അല്ലെങ്കിൽ നമ്മൾ കെറ്റിലൊക്കെ കയ്യിൽ കൊണ്ടുപോകണം. ഞാനിപ്പോ കൊണ്ട് നടക്കുന്നുണ്ട്. എന്നാലും യൂഷ്വലി എവിടെ പോയാലും എന്ത് വെള്ളം കിട്ടിയാലും കുടിക്കുന്ന. അപ്പൊ ഉണ്ണികൃഷ്ണൻ തന്നെ പറയും, ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ ടെന്നീസ് ഒക്കെ കളിക്കുമായിരുന്നു, ക്രിക്കറ്റ് അതെ ക്രിക്കറ്റ് കളിക്കുക. അപ്പം പറയും ഇങ്ങനെ ഡ്രമ്മിൽ വെള്ളം കളിച്ചിട്ട് വരുമ്പോൾ വെള്ളം കൊണ്ട് അതിൽ നിന്നൊക്കെ എടുത്ത് കുടിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി, അപ്പൊ അതുകൊണ്ട് പ്രോബ്ലം ഇല്ല. എവിടെ ചെന്നാൽ എങ്ങനത്തെ വെള്ളം കുടിച്ചാലും പുള്ളിക്ക് പ്രശ്നം വരില്ല. അപ്പൊ ശരിക്കും അങ്ങനെ കുറച്ചങ്ങനെ ആവുന്നതാണ് നല്ലത്. ഈ ഇങ്ങനെ ഡെലിക്കേറ്റ് പൊത്തി വെക്കുമ്പോഴാണ് പെട്ടെന്ന് അസുഖങ്ങളും ഒക്കെ വരുന്നത്. പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യേണ്ടി വരുമ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ എങ്ങനെ അത് ബാധിക്കാറുണ്ട്? അവിടുത്തെ ക്ലൈമറ്റ് മാറുന്നതിന് എന്റെ ഹസ്ബൻഡ് എന്നെ എപ്പോഴും കളിയാക്കും, ദാസേട്ടനും കളിയാക്കിയിട്ടുണ്ട്. കിടക്കുമ്പോ തലയിൽ കെട്ടും ചെവിയിൽ ഭംഗി വെക്കും. അങ്ങനെ ഒരുപാട് പുറത്ത് കാറ്റുണ്ടെങ്കിൽ ഞാൻ പുറത്ത് പോവില്ല, വെയിൽ കൊള്ളൂല, അങ്ങനെ ഒരുപാട് ഞാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പ്രോഗ്രാമിന് പോയിട്ട് നമുക്ക് അവിടെ ഒരു അസുഖം വന്നു പോയി കടന്നുപോയാൽ എന്ത് ചെയ്യും?
അല്ല അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് 1-2 പ്രോഗ്രാം ഞാൻ സഫർ ചെയ്തിട്ടുണ്ട് അങ്ങനെ. ആലപ്പി തന്നെ ഒരിക്കൽ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ എൻ്റെ ശബ്ദം കംപ്ലീറ്റ് അടഞ്ഞുപോയി. ഞാൻ എന്തൊക്കെയോ ആന്റിബയോട്ടിക്സ് കഴിച്ച് എന്ത് കഴിച്ചിട്ട് എനിക്കൊരു ഇഫക്റ്റ് 2 ദിവസത്തിൽ എന്ത് കുറയാനാണ്. അതിനൊരു മിനിമം 7 ദിവസം എടുക്കുമല്ലോ. അത് ഗാർഗിൾ ചെയ്തു, ത്രോട്ട് പെയിന്റ് ചെയ്തു, എന്തൊക്കെയോ ചെയ്തു ഞാൻ. എന്തോ ഞാനങ്ങ് അപ്സെറ്റ് ആയിട്ട് പോയി. പ്രോഗ്രാംസിന്റെ പാട്ടുകളുടെ ഒക്കെ ശ്രുതിയൊക്കെ കുറച്ച് വെച്ചാൽ മേലെ പോകുമ്പോഴത്തേക്കും കാറ്റായി പോകുന്നു. അങ്ങനെ ഒരു വലിയ ഇൻഫെക്ഷൻ ആയിരുന്നു വന്നത്.